ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം ആയാലോ. ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി, ചെറുപയർ പരിപ്പ്, പൊട്ടുകടല, ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ പായസത്തിൽ നിന്നൊക്കെ ടേസ്റ്റ് ഇത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പായസത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചക്കപ്പലണ്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് അരക്കപ്പ്, 1/4 കപ്പ് പൊട്ടുകടല. ഇത്രയും 3 ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം. ഇതുപോലെ 2 നേന്ത്രപ്പഴം എടുത്തു വെക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്തതും എടുക്കരുത്, അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത് ഉടഞ്ഞതും എടുക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ശർക്കര, നമ്മുടെ പായസത്തിന് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഇപ്പോൾ ഞാനൊരു 6 അച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പാനിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ കപ്പലണ്ടിക്കൊക്കെ കുറച്ച് മധുരം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ശർക്കര പാനിയാക്കാൻ പോവാണ്. പിന്നെ നമുക്ക് നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 ബോക്സ് നാളികേരമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മീഡിയം സൈസുള്ള 2 നാളികേരം എന്ന് തന്നെ നമുക്കിതിന് പറയാം. ഈ നാളികേരം നമ്മൾ 2 ടൈപ്പ് പാലാക്കിയിട്ട് എടുക്കണം. 1-ാം പാൽ, അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നാളികേരപ്പാൽ എടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും നമ്മൾ എടുത്തു വെക്കണം. ഫസ്റ്റ് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഈ ചെറുപയർ പരിപ്പ് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ചുമക്കെ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് കഴുകുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചുമന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ചുമന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളിതിനെ വറുത്തെടുത്ത ശേഷം ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി ഇതുപോലെ കുക്കറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ചിട്ടാണ്. കാരണം നമ്മളിത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ പരിപ്പിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് 3/4 മുതൽ 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് ഇതിനെ വേവിച്ച് എടുക്കണം. നമ്മൾ നേരത്തെ പരിപ്പ് വറുത്തെടുത്ത ആ പാനിൽ നമ്മൾ ഇഞ്ഞിട്ടിട്ട് കപ്പലണ്ടി വറുക്കാൻ പോവുകയാണ്. അപ്പോൾ കപ്പലണ്ടി സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക. പക്ഷെ നമ്മൾ കപ്പലണ്ടി കഴിക്കാൻ വേണ്ടി വറുത്തെടുക്കുന്നത് പോലെ അത്ര അങ്ങോട്ട് വറുത്തെടുക്കണം എന്നില്ല. നമുക്ക് ആ തൊലി കളഞ്ഞ് എടുക്കാവുന്നൊരു പാകത്തിലേക്കാക്കി നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്തിട്ട് നമ്മൾ ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തൊലി മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പരിപ്പ് വേവിച്ചത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടുകടലയുണ്ട്, കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളികേരം ഞാൻ പാലാക്കി എടുത്തു വെച്ചു. അതായത് 1-ാം പാലും 2-ാം പാലും. സാധാരണ നമ്മൾ പായസങ്ങൾക്ക് 1-ാം പാല് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് പാല്, ഒരെണ്ണത്തിൽ കട്ടിയുള്ളതും ഒരെണ്ണത്തിൽ കട്ടി കുറഞ്ഞതും, ആ രീതിയിലാണ് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 1-ാം പാലിനും അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം കേട്ടോ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ. അതിൻ്റെ താഴെയായിട്ട് 2-ാം പാലും നമ്മൾ പിഴിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ ശർക്കര ഇതുപോലെ ഉരുക്കി നമ്മൾ വെക്കുക. നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ മിക്സിയിൽ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടലയുണ്ടല്ലോ, അത് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. പൊട്ടുകടല നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഉണ്ടല്ലോ, ആ കപ്പലണ്ടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക. അതായത് കപ്പലണ്ടി ഇട്ടിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ആവാനേ പാടുള്ളൂ. എന്നിപ്പോൾ സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പൊടിഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണം കപ്പലണ്ടി പൊടിച്ചെടുക്കാനായിട്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവട് കെട്ടിയുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു. നിങ്ങളുടെ അടുത്ത് ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളി എടുത്തോളൂ കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്തിട്ട് നെയ്യിലിട്ട് നന്നായിട്ട് ഈ പരിപ്പ് അങ്ങ് വരട്ടി എടുക്കണം. അത് നമ്മുടെ ഈ പായസത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ വേവിച്ചപ്പോൾ പരിപ്പിലുണ്ടായിരുന്ന ജലാംശം മുഴുവൻ പോയിട്ട് ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വരണ്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പരിപ്പിൻ്റെ ഒരു സ്വാദ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ കപ്പലണ്ടിയുടെ സ്വാദ് നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് പരിപ്പ് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വരണ്ട് വരുമ്പോൾ ഇതുപോലെ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അതുവരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വരട്ടി
നമ്മുടെ പരിപ്പിനെ എടുക്കുക. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കപ്പലണ്ടിയുടെയും പൊട്ടുകടലയുടെയും പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ പരിപ്പിൻ്റെ കൂടിയിട്ട് നന്നായി യോജിക്കുന്ന തരത്തിൽ ഒന്ന് ഇളക്കി നമ്മൾ യോജിപ്പിക്കുക. അപ്പോൾ ആ പൊടിയും ഒന്നും കൂടി ഒന്ന് ചൂടാവും. ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാനിയുടെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് വരണ്ട് വരണം. അപ്പോഴാണ് ആ ശർക്കരയുടെ ടേസ്റ്റൊക്കെ ഇതുമേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ശർക്കരപ്പാനിയിലിട്ടിട്ട് ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. അങ്ങനെ അതും വരണ്ട് വരുമ്പോൾ ഇതുപോലെ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ വിട്ട് വരാനായിട്ട് തുടങ്ങും. ഇപ്പം ഇങ്ങനെ ഏകദേശമൊക്കെ ആ ശർക്കരപ്പാനിയിൽ വെള്ളമൊക്കെ വറ്റി ഒറ്റ ഒരു ഇതായിട്ട് കണ്ടോ. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് ഒറ്റ ഒരു ഇതായിട്ട് വരുന്നത് കണ്ടോ. അതുവരെ ഇതുപോലെ വരട്ടിയെടുക്കുക. ഇതിങ്ങനെ വരട്ടിയെടുക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് വരണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ആണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാം പാല് ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ആ പരിപ്പിൻ്റെ കപ്പലണ്ടിയുടെ ഒക്കെ ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് മിക്സാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി നെയ്യിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ പീസസ് ഉണ്ടല്ലോ അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞു, നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ പായസത്തിൽ ഈ പഴത്തിൻ്റെ ചെറിയ പീസസ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും നമ്മുടെ പായസം. രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് തിളച്ച ആ പായസത്തിലേക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുക്കണമെന്നുള്ളത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പഴം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ പഴം ഒന്നും കൂടി ആ പായസത്തിലും കൂടി കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേകും. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ പായസം ഒരിത്തിരി കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നാം പാൽ ഇത്തിരി കൂടുതൽ എടുക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് നമുക്കിനി വറുത്ത് പൊടിച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുക്കിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പായസത്തിൽ ചേർക്കുന്നതിനേക്കാട്ട് ഒരു ഇത്തിരിയും കൂടി ചുക്കുപൊടി കൂടുതൽ വേണം. കാരണം ചുക്കുപൊടിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ചുക്കുപൊടിയും വറുത്ത ജീരകത്തിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കായ പൊടിയും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ നമ്മുടെ പായസത്തിൽ കട്ടിയായിരിക്കും, ഒന്നാം പാല് കുറച്ചധികം എടുക്കാം. കാരണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കണം. അപ്പോൾ ഇത്തിരി ലൂസായിരിക്കും നമ്മുടെ പായസം. ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. കാരണം കപ്പലണ്ടിയും പരിപ്പും പിന്നെ പൊട്ടുകടലയൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒന്നാം പാല് ചേർത്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ഒന്നാം പാല് ചേർത്താൽ തിളക്കാൻ പാടില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സാക്കാം. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ആ പാട ഫോം ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല ചൂടൊന്ന് കുറയുന്ന വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ പാട ചൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ നാളികേര കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നാളികേര കൊത്ത് വറുത്തിടാം. അതല്ല കാഷ്യൂ കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് ചേർക്കേണ്ട ഇതിലേക്ക്. കാഷ്യൂ മാത്രമായിട്ട് വറുത്തിടണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാം. അതല്ലാതെ തന്നെ ഇത് രണ്ടും വറുത്തിടാതെ തന്നെ വെറുതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും ഈ പായസം നല്ല രുചിയുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്ന് നല്ല വ്യത്യാസമുള്ളതാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി വന്ന് പ്രസ് ചെയ്യണം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.